വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തോടൊപ്പം നടപ്പാനും നിഷ്കളങ്കനായിരുന്ന നീതി പ്രവർത്തിപ്പാനും ഹൃദയപൂർവ്വം സത്യം സംസാരിപ്പാനുമാണ് ദൈവമനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിൽ ആക്കിയത്. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവ ഉദ്ദേശത്തിൽ നിന്ന് അകന്നുപോയതിനാൽ മനുഷ്യനെ തന്നോട് നിരപ്പിക്കുന്നതിന് വേണ്ടി പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. 2 കൊരിന്ത്യർ 5:19 പറയുന്നത്, ദൈവലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു എന്ന്. എങ്കിലും മനുഷ്യൻ ഇന്നും നിരപ്പിൻ്റെ, അതായത് അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്ന് കാണുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം അനുരഞ്ജനം ഇല്ലാത്തതാണ്. ദീർഘകാലത്തെ ശത്രുതയ്ക്ക് ശാശ്വത പരിഹാരം വരുത്തി അനുരഞ്ജനപ്പെടുന്ന യാക്കോബ് ഏശാവ് സഹോദരന്മാരുടെ ജീവിതം അനുരഞ്ജനത്തിന് മാതൃകയാണ്. യാക്കോബ് ഏശാവിനെ ചതിച്ചു, ജ്യേഷ്ഠാവകാശവും അനുഗ്രഹവും തട്ടിയെടുത്തു. തൽഫലമായി അനുജനെ ഇല്ലാതാക്കുവാൻ ജ്യേഷ്ഠൻ തയ്യാറായി. തുടർന്ന് ഓടിപ്പോയ യാക്കോബ് 20 വർഷം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. മടങ്ങിവന്ന സഹോദരനെ ജ്യേഷ്ഠൻ എതിരേറ്റ് ചെന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അനുരഞ്ജനപ്പെടുന്ന മനോഹരമായ ചിത്രമാണ് ഉൽപ്പത്തി 33 വിവരിച്ചിരിക്കുന്നത്. സഹോദരങ്ങൾ തമ്മിൽ അനുരഞ്ജനത്തിലേക്ക് വരുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അനുരഞ്ജനപ്പെടാതെയുള്ള ജീവിതം മരണത്തിന് കാരണമാകും എന്നവർ ചിന്തിച്ചു. സഹോദരന് തന്നോടുള്ള പക മരണത്തിൽ കലാശിക്കുമെന്ന് യാക്കോബ് ഭയപ്പെട്ടു. കയീൻ ഹാബീലിനെ കൊല്ലുവാൻ ഉള്ള കാരണവും പകയായിരുന്നുവല്ലോ. ഈ വിധത്തിലുള്ള ഒരു മരണം ഏറ്റുവാങ്ങുവാൻ യാക്കോബ് തയ്യാറായില്ല. അതുകൊണ്ട് സഹോദരനുമായി അനുരഞ്ജനപ്പെടുവാൻ യാക്കോബ് തയ്യാറായി. ലോകത്തിൽ ഇന്ന് കാണുന്ന സകല അതിക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണം പകയാ. സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടതാ. പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ തീർത്ഥയാത്രയിൽ പരസ്പരം വിശ്വാസം കൂടാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയില്ല. ഇന്ന് ഒരാൾക്ക് മറ്റൊരാളെ സംശയമാണ്. സംശയം പകയിലേക്കാണ്, പക കൊലപാതകത്തിലേക്കും നയിക്കുന്നു. പ്രശ്നങ്ങൾ ഇല്ലാതാകുമെങ്കിൽ പരസ്പരം വിശ്വാസമുണ്ടാവണം. വിശ്വാസമുണ്ടാവണമെങ്കിൽ സ്നേഹബന്ധം ശക്തമാക്കണം. സ്നേഹബന്ധം നഷ്ടപ്പെടുമ്പോഴാണ് ബന്ധങ്ങൾ വഷളാകുന്നത്. നമുക്ക് തമ്മിൽ വിശ്വസിപ്പാനും സ്നേഹിപ്പാനും കഴിയണം. സ്നേഹം എല്ലാ പകയെയും ഇല്ലാതാക്കി അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിൽ നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് തമ്മിൽ സ്നേഹിച്ച് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തിയുള്ള ഒരു യാത്രയാകട്ടെ നമ്മുടെ വിശ്വാസ ജീവിതം. 2, ദൈവം സകലവും സാധ്യമാക്കുമെന്ന വിശ്വാസം അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നു. അനുരഞ്ജനത്തിൻ്റെ അടിത്തറ ദൈവവിശ്വാസമാണ്. അതായത് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ ദൈവം സഹായിക്കും എന്ന വിശ്വാസം. ദൈവസഹായത്താൽ എല്ലാം സാധ്യമാകും എന്ന് യാക്കോബ് വിശ്വസിച്ചു. ഒന്നുമില്ലാത്തവനായി ഓടിപ്പോയ എന്നെ എല്ലാമുള്ളവനായി മടക്കി വരുത്തിയത് ദൈവം എന്ന് യാക്കോബ് വിശ്വസിച്ചു. ദൈവമെല്ലാം സത്യമാക്കി തരുമെങ്കിൽ പിന്നെ എന്തിന് ഈ ലോകത്തിൽ സഹോദരനുമായി പകവെച്ച് പുലർത്തണം? അതാ യാക്കോബ് ചിന്തിക്കുന്നത്. അത് അനുരഞ്ജനത്തിന് കാരണമായി. ഇന്ന് വിശ്വാസ സമൂഹത്തിൽ കാണുന്ന എല്ലാ പകയ്ക്കും ഭിന്നതയ്ക്കും പള്ളിപിടുത്തത്തിനുമൊക്കെ കാരണം അവിശ്വാസമാണ്. ഇന്ന് പണം, ആൾബലം, സ്വത്ത്, മനോഹരമായ ദേവാലയങ്ങൾ എല്ലാം നമുക്കുണ്ട്. എന്നാൽ വേണ്ടത് ഇല്ല. അതായത് ദൈവത്തിലുള്ള വിശ്വാസം. ദൈവമെല്ലാം നടത്തി തരും എന്ന വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ പള്ളിത്തർക്കങ്ങൾ ഉണ്ടാകില്ലായിരുന്നു, ദേവാലയങ്ങൾ പൂട്ടിയിടില്ലായിരുന്നു, ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രവർത്തിക്കില്ലായിരുന്നു. അതെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്
നിരപ്പിൻ്റെ വചനവും നിരപ്പിൻ്റെ ശുശ്രൂഷയുമാണ്. നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇരുപക്ഷത്തെ ഒന്നാക്കിയ ദൈവത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. 3. സഹോദരൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖമായി ദർശിച്ചത് അനുരഞ്ജനത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 33:10 യാക്കോബ് ഏശാവിനോട് പറയുന്നത്, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുന്നു. ജ്യേഷ്ഠനുള്ളതെല്ലാം ഒരിക്കൽ തട്ടിയെടുത്ത യാക്കോബ് ഇപ്പോൾ ജ്യേഷ്ഠനെ ദൈവത്തെ പോലെ കാണുകയാണ്. ഉപായിയായി യാക്കോബ് ഇസ്രായേലായി തീർന്നപ്പോൾ അവനിൽ പുതിയ മനുഷ്യൻ രൂപമെടുത്തു. അവനിൽ പുതിയ അനുഭവം ഉണ്ടായി. ആ അനുഭവം ജ്യേഷ്ഠനിൽ ദൈവമുഖം കാണുവാൻ യാക്കോബിനെ സഹായിച്ചു. നമ്മളുടെ സമസൃഷ്ടങ്ങളിൽ ദൈവമുഖം കാണണം. അനുരഞ്ജനം നമുക്ക് നൽകുന്ന അനുഭവമാണ് നമ്മെ പുതുമനുഷ്യനാക്കി തീർക്കുക എന്നത്. പുതിയ മനുഷ്യന് ഭിന്നതയിൽ കഴിയുവാൻ സാധിക്കില്ല. അവിടെ സമാധാനം ഉടലെടുക്കും. സമാധാനമുണ്ടാക്കുന്നവർ നിരപ്പിൻ്റെ അനുഭവത്തിൽ ഉള്ളവർ ആണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. കർത്താവേ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന പേരിന് എന്നെയും യോഗ്യനാക്കണമേ. ആമേൻ.